ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ഭദ്രനെ കണ്ട് ഞെട്ടി നിൽക്കുക. അച്ഛാ, അച്ഛനിത് എന്താ പറ്റിയേ? അതെ, പഞ്ചഭൂതങ്ങളെല്ലാം തലയിൽ കൂടെ ചുറ്റുന്നു. ദേ എന്തൊക്കെയോ ഒരു ശബ്ദം, ഒരു കിളിയുടെ ശബ്ദം. ആഹാ, ഓം സ്വാഹ സ്വാഹ. എൻ്റെ അമ്മേ, എന്തൊരു കഷ്ടമായത്! ഈ അച്ഛനെന്താ ഇങ്ങനെ? എനിക്കറിയില്ലടി മോളെ, ഇങ്ങേർക്കിത് എന്താ പറ്റിയെന്ന്. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അത് കേട്ടതും വിനോദ്, ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഇത് കഞ്ചാവാ. പിന്നെ അച്ഛന് കഞ്ചാവ് ആര് കൊടുക്കാനാ എന്നും ഗീതു ചോദിക്കുക. അതാണോ ഇത് ഇങ്ങേർക്ക് കൊടുക്കാൻ ആളില്ലാത്തത്? അജാസ് കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞത്? അപ്പം പിന്നെ അജാസ് തന്നെയായിരിക്കും കൊടുത്തത് എന്നൊക്കെ പറയുകയാണ്. കഞ്ചാവ് തലയ്ക്ക് പിടിച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചേച്ചി. അത് കേട്ടതും, നല്ല അനുഭവ പരിചയമാണല്ലോ. എന്നാ പിന്നെ ഇതിനുള്ള പ്രതിഫലവും കൂടെ ഒന്ന് പറഞ്ഞതാ. അത് കേട്ടതും വിനോദ്, അത് പിന്നെ നല്ല കട്ട തൈര് കൊടുത്താൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മേ, കേട്ടല്ലോ, കട്ടത്തൈര് കൊടുക്കാൻ. കട്ടത്തൈര് എടുത്ത് അച്ഛന് കൊടുക്ക്. അങ്ങനെയെങ്കിലും അച്ഛനൊന്ന് നേരെ ആവട്ടെ. കട്ടത്തൈര് പഞ്ചഭൂതങ്ങൾക്ക് ഇഷ്ടമാവുമോയെന്നറിയില്ല. അത് കേട്ടതും, കട്ടത്തൈര് ഇഷ്ടമായില്ലെങ്കിലേ പഞ്ചഭൂതങ്ങളുടെ അണ്ണാക്കിലോട്ട് ഞാൻ ആ തൈര് അങ്ങോട്ട് ഒഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് വിലാസിന് നേരെ എഴുന്നേറ്റ് മുറിക്കകത്തേക്ക് പോവുക. ഈ സമയം വിനോദിനെ തുറിച്ചു നോക്കുക പ്രിയ. എന്തായാലും കഞ്ചാവ് വലിച്ച് നല്ല അനുഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭദ്രനെ കുളിപ്പിക്കാനായിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദ് ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് മഹേഷ് ഫോൺ വിളിച്ചു. ഹലോ ഗോവിന്ദ്. എന്താടാ? അതെ, ആ പാർട്ടിക്ക് നിന്നെ നേരിട്ടൊന്നും കണ്ട് സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. അതിനെന്താ, അവരോട് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറ. ഓഫീസിലേക്ക് വന്നാൽ അവരെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കാര്യം അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് നേരിട്ട് കാണാൻ വേറെ ഏതെങ്കിലും സ്ഥലം, നിന്റെ വീട് തന്നെയല്ലേ നല്ലത്. എടാ, ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വീട്ടിലേക്ക് വരണോ? അത് ശരിയാവോ? എടാ, ഇത് ബിസിനസ് കാര്യമല്ലല്ലോ. ബിസിനസ് കാര്യമാണ്, എന്നാലും എന്താ പറയുക, അവരുടെ ഒരാഗ്രഹം. കാരണം ഇത്രയും സ്ഥാപനങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കുമ്പോൾ അവർ നിന്നോടൊന്ന് നേരിട്ട് സംസാരിക്കുന്നതിൽ തെറ്റുമല്ലോ ഉണ്ടോ? അതിൽ തെറ്റൊന്നുമില്ലടാ. പക്ഷെ എന്നാലും വീട്ടിൽ എന്നാൽ ശരി, നീ വരാൻ പറ. വീട്ടിൽ വന്ന് കാണാം. അമ്മയും വരുണൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. എന്നാൽ ശരിയടാ, ഞാൻ അങ്ങനെ അവരോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് രഘുരാമനോടും അപർണികയോടും അവർ വീട്ടിൽ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ വീട്ടിലേക്ക് പോവാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി ആ ഡീല് ശരിയാകുമോ ഡാഡി? ആ ഡീല് ശരിയായില്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെ കൂടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് മോളെ. നമുക്ക് അവരോട് സംസാരിക്കാം. എന്തായാലും പോകാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്നുപേരും കൂടെ കാറിൽ കയറി അങ്ങോട്ട് പോവുക. ഈ സമയം ഭദ്രനെ കുളിപ്പിച്ച് തലയൊക്കെ തോർത്തി കൊടുക്കുക. ഇപ്പം എങ്ങനെയുണ്ട് അച്ഛാ? നല്ല ആശ്വാസമുണ്ടോ? ഭയങ്കര ആശ്വാസമുണ്ട്. കാതിലിരിക്കുന്ന കിളി പറന്നു പോയ പോലെ തോന്നുക. എന്തൊരാശ്വാസം. എന്നാലേ ഇനിയും കുറച്ച് അരിയൊക്കെ പൊടിക്കാനുണ്ട്. അതൊക്കെ അങ്ങോട്ട് പൊടിക്ക്. വീണ്ടും പോയ കിളി കാതിലേക്ക് തിരിച്ചു കയറിയ പോലെ. അയ്യടാ, അരി പൊടിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ അടവല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ നടക്കില്ല. അച്ഛന് വല്ല ഓർമ്മയുണ്ടോ എന്താ സംഭവിച്ചതെന്ന്? അപ്പോൾ ഭദ്രനിരുന്ന് ആലോചിക്കുക. സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും. ഈശ്വര, അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു മോളെ എന്നും പറയുകയാണ്. ശരി, നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഇട്. എന്നിട്ട് അവൾ ചോദിച്ചോളും. ഗീതു, നീ അവിടെ പോയിരിക്കേ. അങ്ങനെ ഗീതു ഹോളിലേക്ക് പോവുക. എങ്ങനെയുണ്ട് ഇപ്പോൾ? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് വിനോദും ഗീതും പറയുക. എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഭദ്രനെയും കൂട്ടി വിലാസിനെ അങ്ങോട്ട് വരികയാണ്. അച്ഛാ പറ, ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ പറ. എൻ്റെ മോളെ, അജാസ് എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ നടന്നതൊക്കെ എനിക്ക് എന്താ പറയുക, എൻ്റെ തലയിൽ കൂടെ എന്തോ കിളി പറന്നു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആണോ? അജാസ് അച്ഛനോട് എന്താ പറഞ്ഞത്? അതൊക്കെ വലിയൊരു രഹസ്യമായിരുന്നില്ലേ? നീ ചോദിച്ചു വന്ന രഹസ്യം. ആ രഹസ്യത്തിനുള്ള ഉത്തരം പറഞ്ഞാൽ എന്നെ കൊല്ലുമെന്നായിരുന്നു അവരുടെ ഭീഷണി. എന്ത് രഹസ്യമോ ചേച്ചി എന്ന് പ്രിയ ചോദിക്കുക. അത് നിനക്കറിയില്ല മോളെ, അതൊക്കെ നിന്നോട് ഞാൻ പിന്നെ പറയാം എന്നും പറഞ്ഞ ഗീതു പ്രിയയോടും, അച്ഛാ ഇങ്ങ് വന്നേ, എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അതൊക്കെയുണ്ട്, എന്തായാലും അച്ഛൻ വാ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനെ പുറത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക ഗീതു. എന്താ നിനക്ക് പറയാനുള്ളത്? അച്ഛൻ പറ. രാധികമ്മ തന്നെയാണ് അച്ഛനെ അജാസിനെ വിട്ട് വിളിച്ചോണ്ട് പോയതെന്ന് അച്ഛന് നല്ല ഉറപ്പുണ്ടോ? പിന്നെ അതേത് പാതിരാത്രി ചോദിച്ചാലും ഞാൻ പറയും അവർ തന്നെയാണെന്ന്. അവരൊറ്റ ഒരുത്തിയ. എന്തായാലും അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ പോലും വിചാരിച്ചില്ല. എൻ്റെ പൊന്നു മോളെ, ഇന്നലെ രാത്രി
എനിക്ക് ഞാൻ അങ്ങോട്ട് ചത്തുപോകുമെന്ന് വരെ വിചാരിച്ചു. സത്യം പറ അച്ഛാ, അവരെന്താ അച്ഛനോട് പറഞ്ഞത്? എന്ത്? നീ ചോദിച്ച രഹസ്യത്തിനുള്ള ഉത്തരം പറഞ്ഞ എന്നെ കൊല്ലുമെന്നായിരുന്നു അവരുടെ മറുപടി. അപ്പോൾ ഞാൻ അറിയാൻ പാടില്ല എന്ന് അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അച്ഛനെ ഉപദ്രവിച്ചത്. എന്തായാലും എനിക്ക് ആ രഹസ്യം അറിഞ്ഞേ പറ്റൂ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഗീത് വാശി പിടിക്കുക. അത് കേട്ടതും ഭദ്രൻ അവിടെ പോയി മാറി നിൽക്കുക. ഇല്ല മോളെ, ഞാനത് പറഞ്ഞ അവരെന്നെ കൊല്ലും. എനിക്ക് മരിക്കാനൊന്നും വയ്യ, എനിക്ക് ജീവിക്കണം, ഇനിയും കുറേ നാൾ ജീവിക്കണം എന്നും പറയുവാണ്. അത് കേട്ടതും ഗീതു എൻ്റെ അച്ഛാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന അറയ്ക്കലിലാണ്. അറയ്ക്കലിൽ അയ്യപ്പൻ നായർ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോഴേക്കും മഹേഷ് വന്ന് കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അയ്യപ്പൻ നായർ ഇങ്ങനെ നോക്കുക, ഇതാരാണത്? എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, പക്ഷേ ആരാണോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹേഷ് വന്നിട്ട്, അയ്യപ്പൻ നായരല്ലേ? എന്നെ അറിയോ? എനിക്ക് അയ്യപ്പൻ നായർ ഒരുപാട് അറിയാം. അതെങ്ങനെയാ? ഗോവിന്ദൻ്റെ AGM കമ്പനി പോലെ ഫേമസ് അല്ലേ അയ്യപ്പൻ നായരും? അങ്ങനെയുള്ളപ്പോൾ അയ്യപ്പൻ നായർ അറിയാതിരിക്കോ എന്നും. അപ്പോൾ ഇയാളാരാ? ഞാൻ ആരാണെന്ന് ഊഹിച്ച് പറ. എവിടെയാ സ്ഥലം? ബാംഗ്ലൂർ. എൻ്റെ ഗണപതി കുഞ്ഞേ, ഗോവിന്ദൻ കുഞ്ഞിൻ്റെ കൂട്ടുകാരനല്ലേ മഹേഷ് കുഞ്ഞ്? അതെ, അത് തന്നെയാണ് ഞാൻ. അപ്പോഴേക്കും രഘുറാമും അവർണികയും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുക. അല്ല, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ ഗോവിന്ദനെ കാണാൻ വന്നതാ. ആണോ? അപ്പോൾ രഘുറാം ചോദിക്കുക, അയ്യപ്പൻ നായരല്ലേ? അതെ, പണ്ട് മാധവൻ സാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അയ്യപ്പൻ നായർ. അതെ, ഞാൻ തന്നെയാണ്. എന്താ ഇപ്പം ഇവിടെ? അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ ഒന്ന് തന്നെയാ. അപ്പോൾ അറയ്ക്കലെന്ന് പറയുന്നത് ഗോവിന്ദ് സാറിൻ്റെ വീടല്ലേ? അതെ, ഗോവിന്ദ് സാറിൻ്റെ വീട് തന്നെയാ. ഇത് കേട്ടതും ഡാഡിയും മോളും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. ഡാഡി, നമ്മൾ എവിടെയാണോ വരാൻ ആഗ്രഹിച്ചത് അവിടെ തന്നെ നമ്മൾ വന്നു ഡാഡി എന്നും അവർണിക. അതേ മോളെ, താങ്ക്സ് മഹേഷ്, ഇങ്ങോട്ട് തന്നെയാണ് ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ഗോവിന്ദൻ്റെ അടുത്തേക്ക് എത്താൻ ആരെങ്കിലും ഒന്ന് റിക്വസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. എന്തായാലും മഹേഷ് ഞങ്ങളെ ഇവിടെ തന്നെ എത്തിച്ചല്ലോ. അപ്പം നിങ്ങൾക്കും ഗോവിന്ദനെ അറിയോ? പിന്നെ മാധവ മുതലാളി ഉള്ളപ്പോൾ മുതൽ അങ്ങേര എന്നെ ബിസിനസ് പഠിപ്പിച്ചത്. അപ്പം മുതൽ എനിക്ക് ഗോവിന്ദനെ അറിയാം എന്നൊക്കെ രഘുറാം പറയുകയാണ്. ഈ സമയം ഗോവിന്ദ് വരിക. ഗോവിന്ദ് വന്നതും ഓടിച്ചെന്ന് രഘുറാം ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുക. അപ്പം നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലോ അല്ലേ? എടാ, നീ ഇവരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിതും പറയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരാനേ പറയുള്ളായിരുന്നു. എനിക്കറിയില്ലല്ലോ നീ ഇവരെയും കൊണ്ടാണ് വരുന്നതെന്ന്. ഇവർക്കായിട്ടുള്ള ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനാണോ നീ ഇത്രയും പേടിച്ചത്? അതേടാ, അത് തന്നെയായിരുന്നു. എന്തായാലും എൻ്റെ കമ്മീഷൻ പോയി കിട്ടി. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടടാ. ഈ ഡീല് നടന്നു കഴിഞ്ഞാൽ ഉടനെ നിൻ്റെ കമ്മീഷൻ നിനക്ക് തന്നിരിക്കും. എനിക്ക് കമ്മീഷനൊന്നും വേണ്ട ഗോവിന്ദേ, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരുന്നാൽ മതി. ഗോവിന്ദന് നാശമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ലല്ലോ എന്നൊക്കെ മഹേഷ് പറയുക. എന്നാൽ പിന്നെ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് രഘുറാമിനെയും അവർണികയും കൂട്ടി ഗോവിന്ദ് അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ്. പറയാൻ അച്ഛനോടല്ലേ ഞാൻ പറഞ്ഞത് പറയാൻ. മര്യാദയ്ക്ക് പറഞ്ഞോളണം. ഒന്ന് പോടി. ഞാൻ പറയില്ല, എനിക്ക് പേടിയാ. രാധികാമ്മ പറഞ്ഞിരിക്കുന്നത് ആ രഹസ്യം ആരോടും പറയരുതെന്നാ. അങ്ങനെ പറഞ്ഞാൽ അവരെന്നെ കൊല്ലുമെന്നാ. കൊന്നുകഴിഞ്ഞാലേ എൻ്റെ വിലാസിനിക്ക് പിന്നെ ആരാ ഉള്ളേ? അത് ശരിയാ, എൻ്റെ ഭദ്രേട്ടൻ പറഞ്ഞത് ശരിയാ. എന്നാലേ അച്ഛനത് പറയേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ബാഗിൽ നിന്നും 10 ലക്ഷത്തിൻ്റെ ചെക്ക് എടുക്കുക. അത് കണ്ടതും ഭദ്രൻ, 10 ലക്ഷം 10 ലക്ഷം രൂപ എൻ്റെ ഭദ്രേട്ടാ. നമ്മുടെ മോള് 10 ലക്ഷം രൂപ തരാൻ തയ്യാറായി. എന്തായാലും ഭദ്രേട്ടാ, ആ രഹസ്യം അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക് എന്നും പറയുക. അത് കേട്ടതും ഭദ്രൻ, 10 ലക്ഷം വേണോ ആയുസ് വേണോ? എന്താ ഇപ്പം ചെയ്യുക? പണം മുൻപിൽ നിൽക്കുമ്പോൾ ആരാ ആയുസിനെ കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ കുറേ നേരം ചെക്കിലിട്ട് നോക്കി. അതിനുശേഷം ഇല്ലില്ല, എനിക്കെൻ്റെ ജീവനാണ് വലുത് എന്നും പറഞ്ഞുകൊണ്ട് മുഖവും തിരിച്ച് ആ തൂണിൽ പിടിച്ചിങ്ങനെ ചാരി നിൽക്കുക. അപ്പോഴേക്കും വിലാസിനി, എൻ്റെ മോളെ നീ അതെടുത്ത് ബാഗിലേക്ക് വയ്ക്കല്ലേ. ഭദ്രേട്ടാ, നിങ്ങൾ ആ രഹസ്യം അങ്ങ് പറഞ്ഞു കൊടുക്ക്. നമ്മുടെ മോളോട് രഹസ്യം പറഞ്ഞു കൊടുക്ക് ഭദ്രേട്ടാ. നിങ്ങളൊരു പൊട്ടനാണോ? ഇങ്ങനെയൊക്കെ സംസാരിക്കല്ലേ. എങ്ങനെയെങ്കിലും ആ രഹസ്യം പറഞ്ഞു കൊടുക്ക് ഭദ്രേട്ട എന്നും പറയുക. എനിക്ക് പേടിയാ, ഞാൻ ആ രഹസ്യം പറഞ്ഞാലേ എന്താ പറയുക, അറയ്ക്കൽ തറവാട്ടിലെ രാധിക അമ്മ എന്നെ കൊല്ലും.
അറയ്ക്കലിൻ്റെ തറവാട്ടമ്മ അവർ. പിന്നെ നിങ്ങളെന്തിനാ അവരെ പേടിക്കുന്നേ? അറയ്ക്കല് മാധവൻ രണ്ടാം കെട്ട് കെട്ടിക്കൊണ്ടുവന്ന അവരെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവിടുത്തെ യഥാർത്ഥ അവകാശിയും തറവാട്ടമ്മയും നമ്മുടെ മോളാ. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വിലാസിനി, അവൾക്ക് എന്തും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാധികാമ്മയെ സൂക്ഷിക്കണമെന്ന്. അവർക്ക് ഗുണ്ടകൾ ഒരുപാടാ എന്നൊക്കെ പറയണം. ഗുണ്ടകളോ? എന്തായാലും എത്രയൊക്കെ ഗുണ്ടയുണ്ടെങ്കിലും നമ്മുടെ മോള് പറയുന്നതിനനുസരിച്ച് ഗോവിന്ദ് പോകൂ. അതുകൊണ്ട് നിങ്ങൾ ആ 10 ലക്ഷം രൂപയുടെ ചെക്ക് മേടിച്ച് ഉള്ള കാര്യം അങ്ങ് ഭദ്രേട്ടാ. അത് കേട്ടത് ഭദ്രൻ വീണ്ടും ചെക്കിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് മേടിക്കാൻ നിൽക്കുക. അപ്പോൾ വിലാസിനി, മോൾ ഇങ്ങ് താ, അമ്മ ഭദ്രേട്ടനെ കൊണ്ട് പറയിപ്പിക്കാം. വേണ്ട, അച്ഛൻ മേടിക്കട്ടെ, എന്നാലേ എനിക്ക് വിശ്വാസമാവും. അപ്പോൾ ഗീതു ചെക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വീശിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഭദ്രൻ കൈ നീട്ടി ഇങ്ങ് താ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗീതുവിന് സന്തോഷമായി. ഇപ്പം തന്നെ അച്ഛൻ എല്ലാ രഹസ്യവും തന്നോട് പറയുമെന്നുള്ള ആകാംക്ഷയോടെ ഗീതു പറയച്ച, ഇനി പറ, ആരാ അവർ? വിജയലക്ഷ്മി ആരാ? വിജയലക്ഷ്മിയോ? ആ അതെ പറയച്ച, വിജയലക്ഷ്മി ആരാച്ച? വിജയലക്ഷ്മി ഒരു പാട്ടുകാരി. അവരുടെ പേര് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. അത് എനിക്കറിയാം. അവരൊരു പാട്ടുകാരിയാണെന്ന് അച്ഛൻ എന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അവർ പാട്ടുകാരിയാണെന്ന് നേരത്തെ അറിയാം. ആണല്ലോ, പിന്നെ ഇനി എന്താ നിനക്ക് അവരെക്കുറിച്ച് അറിയേണ്ടത്? 16 വർഷം മുമ്പ് നടന്ന ആ രഹസ്യത്തിൻ്റെ കഥ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. 16 വർഷം മുമ്പ് വിജയലക്ഷ്മി ആരായിരുന്നു? 16 വർഷം മുമ്പോ? 16 വർഷം മുമ്പും അവർ പാട്ടുകാരി തന്നെയായിരുന്നു. ദേ അച്ഛ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വെറുതെ കയ്യിലിരിക്കുന്ന കാശും മേടിച്ചിട്ട് എന്താ കളിയാക്കുവാണോ? എടി മോളെ, നീ എന്താ ചോദിച്ചത്? ഫോട്ടോ കാണിച്ചിട്ട് ഫോട്ടോയിലിരിക്കുന്ന ആളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലേ? ആ ഇൻഫർമേഷൻ മോളുടെ അച്ഛൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് പറയാനാ മോളെ? അല്ല, അച്ഛന് അവരെക്കുറിച്ച് എന്തൊക്കെയോ രഹസ്യമൊക്കെ അറിയാമെന്ന് പറഞ്ഞല്ലോ. ഈ രഹസ്യം തന്നെ ഞാൻ പറഞ്ഞത്. അവരൊരു പാട്ടുകാരിയാണെന്നറിയാം, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. അത് കേട്ടത്, ദേ അച്ഛ, വെറുതെ എന്നെ കളിയാക്കരുത്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല? ഇല്ല, വേറെ ഒന്നും അറിയില്ല. ഓ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോയി സ്കൂട്ടറിൽ കയറാൻ പോവുക. അപ്പോൾ വിലാസിനി, ഭദ്രേട്ട അവൾ പോകുക, ചെക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം അവൾ മറന്നുപോയി എന്നാ തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു തിരിച്ചു വരിക. അച്ഛാ. അപ്പോൾ ഭദ്രൻ പെട്ടെന്ന് തന്നെ ചെക്ക് ബാക്കിലേക്ക് വയ്ക്കുക. പേടിക്കണ്ട, ഞാൻ ചെക്ക് മേടിക്കാൻ വന്നൊന്നുമല്ല. ആ ചെക്ക് നിങ്ങൾ തന്നെ വെച്ചോ, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. അപ്പോൾ വിലാസിനി, താങ്ക് യു മോളെ, അല്ലെങ്കിലും നീ എൻ്റെ പൊന്നു മോളാ, എൻ്റെ മുത്ത, എൻ്റെ ചക്കരയാ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഗീതു, അച്ഛൻ ഓർമ്മയുണ്ടോ പണ്ട് വിനോദ് കോളേജിൽ പോയിരുന്ന സമയത്തെ വിനോദിന് ഫീസ് കെട്ടാൻ വേണ്ടി അച്ഛനൊരു അക്കൗണ്ട് തുടങ്ങിയായിരുന്നില്ലേ? അതെ, തുടങ്ങിയായിരുന്നു. അതിനെന്താ, അക്കൗണ്ട് തുടങ്ങുന്നത് നല്ലതല്ലേ? അക്കൗണ്ട് തുടങ്ങുന്നത് നല്ലതാ, പക്ഷെ അതിൽ കുറച്ച് കാശുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിലിപ്പോൾ 300 രൂപ 96 പൈസ മാത്രം കിടക്കുന്നുള്ളൂ. അതതിൽ കിടന്നോട്ടടി മോളെ. അക്കൗണ്ട് കട്ടായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെച്ചതല്ലേ? ആണോ? എന്നാ പിന്നെ ആ അക്കൗണ്ടിൽ നിന്ന് അച്ഛന് 10 ലക്ഷം എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ. അച്ഛൻ്റെ ചെക്ക് ബുക്ക് തന്നെയായത്, പഴയ ചെക്ക് ബുക്ക്. അന്ന് വന്നപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടിയതാ. എന്തായാലും അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ലല്ലോ. സാരമില്ല, അത് അച്ഛൻ തന്നെ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു സ്കൂട്ടറിൽ കയറി പോവുക. ഷെടാ, ഇവള് നമ്മളെ പറ്റിച്ച് കളഞ്ഞല്ലോ ഭദ്രേട്ടാ. ഞാൻ കരുതി ഇതിൽ 10 ലക്ഷം ഉണ്ടാവുമെന്ന്. 10 ലക്ഷത്തിൻ്റെ എൻ്റെ സ്വപ്നവും വരം പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭദ്രേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിന് തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയുമില്ല. ഈശ്വര, 10 ലക്ഷമാണെന്ന് വിചാരിച്ച് ഒരുപാട് മോഹിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭദ്രനും വിലാസിനും തലയ്ക്ക് കയ്യും കൊടുത്ത് വാതിക്കൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം പിന്നീട് അറയ്ക്കല്ല കാണിക്കുന്നത്. രഘുറാമും അവർണികയും മഹേഷും ഗോവിന്ദനും പിന്നെ രാധികാമ്മയും വരുണൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മാധവേട്ടനാ എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളപ്പോൾ മാധവേട്ടൻ്റെ മകൻ്റെ കയ്യിൽ ഈ എൻ്റെ കമ്പനി ഏൽപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഗോവിന്ദ് നെഞ്ചത്ത് കൈവച്ചിട്ട് താങ്ക് യു രഘുറാം സാർ എന്നൊക്കെ പറയണം. ഈ സമയം രാധിക, എന്തായാലും മാധവേട്ടനെ അറിയുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് നമ്മൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെ കരുതാം അല്ലേ? ഒരു പ്രശ്നം ഉണ്ടാവില്ല മാഡം, ഞങ്ങളുണ്ടാവും ഒപ്പം. എല്ലാ ഹെൽപ്പിനും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. എന്തായാലും ഇനിയിപ്പോൾ ആരോടും തീരുമാനിക്കാനൊന്നുമില്ല. തീരുമാനിക്കേണ്ടവരൊക്കെ തീരുമാനിച്ചല്ലോ. അതുകൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് ഡീൽ നടത്താം. സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഘുറാം ആശ്വാസത്തോടെ ഇരിക്കുമ്പോൾ വരുൺ അവിടെ ഇടങ്കോലിടുക.
ഹാ, AGM ഗ്രൂപ്പ് ഓഫ് കമ്പനി മറ്റൊരു കമ്പനിയും കൂടെ ഏറ്റെടുക്കുമ്പോൾ അത് ബോർഡ് മീറ്റിംഗ് വെച്ച് തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ബോർഡ് മീറ്റിംഗ് എന്തിനാ? പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഇനി പ്രത്യേകിച്ച് എന്തിനാ അങ്ങനെ ഒരു മീറ്റിംഗ്? അല്ല ഏട്ടാ, നമ്മൾ പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങുന്നെന്ന് എല്ലാവരും അറിയണ്ടേ? പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാഫുകൾ. അവരെ അറിയിക്കാതെ ചെയ്യുന്നത് ചീറ്റിംഗ് അല്ലേ? അത് കേട്ടതും അത് ശരിയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരോടും കൂടെ ഒന്ന് ആലോചിക്കാം. അപ്പോൾ ഗോവിന്ദ് അത് വേണോ? അപ്പോൾ മഹേഷ്, അതെ ഗോവിന്ദ്, നിനക്ക് ഇതായിട്ട് വരുന്ന ഒന്നും ഞാൻ ഇതായിട്ട് കൊണ്ടുവരില്ല, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. മഹേഷിന് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇതൊക്കെ നമ്മുടെ ഒരു രീതിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തേ പറ്റൂ. ബോർഡ് മീറ്റിംഗ് വിളിച്ച് എല്ലാവരെയും കൂടെ തീരുമാനം എടുത്തിട്ട് നമുക്കറിയിക്കാം. ഗോവിന്ദ്, വരുൺ പറഞ്ഞ കാര്യം തള്ളിക്കളയണ്ട. അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവൻ വെറുതെ ഒന്നും അങ്ങനെ പറയില്ല. എന്നാൽ പിന്നെ ശരി, അമ്മ പറഞ്ഞതുപോലെ ബോർഡ് മീറ്റിംഗ് വെച്ച് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ രഘുറാം, അല്ല ഗോവിന്ദ് ഇതിനൊരു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മറ്റൊരു പാർട്ടിയെ കാണാമായിരുന്നു. ആഹാ, വേറെ ഏതെങ്കിലും പാർട്ടിയെ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ട്, അവരോട് സംസാരിച്ചിട്ടില്ല. ഗോവിന്ദൻ്റെ കൈകളിലാണെങ്കിൽ സുരക്ഷിതമാണല്ലോ എന്ന് കരുതിയിട്ടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കണ്ട് ഡീൽ ഉറപ്പിക്കണമെങ്കിൽ ഉറപ്പിച്ചോ. ഞങ്ങളെക്കാൾ ലാഭം കിട്ടുവാണെങ്കിൽ പിന്നെ അത് നോക്കുന്നതല്ലേ നല്ലത് എന്നും ഗോവിന്ദ് പറയുന്നതായിട്ട് അപർണികയുടെ കണ്ണ് നിറഞ്ഞിരിക്കുക. അപ്പോൾ വരുൺ, ഞങ്ങൾക്ക് ഈ ബിസിനസ്സും കമ്പനിയും വേണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് രഘുറാമും അപർണികയും അവിടെ നിന്നും ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.